ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ ഈ ചൂട് കാലത്ത് പലതരത്തിലുള്ള ഓയിലുകൾ നമുക്ക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസിലും നമ്മൾ കാണും. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഏതാ ഉപയോഗിക്കേണ്ടത് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. നമുക്ക് ചന്ദനാദി യൂസ് ചെയ്യാം, അങ്ങനെ നാൽപ്പാമരാതി, ഇങ്ങനെ കുറേ തൈലങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ ബൈ ഹാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ തൈലങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യുക. തൈലം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓയിലുകൾ. ഓക്കെ, ഏതൊക്കെ തൈലങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ചന്ദനാദി യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ, വെളിച്ചെണ്ണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാൽപ്പാമരാതി യൂസ് ചെയ്യാം. ചിലർ ഈ വെറുതെ നമ്മൾ മേത്ത് തേക്കാനായിട്ട് ചിലവർ ഈ ദശമൂലത്തിൻ്റെ തൈലം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തൈലങ്ങൾ പലരും യൂസ് ചെയ്യണതായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് നല്ലതെന്ന് നമുക്കറിയില്ല അല്ലേ. ബേസിക്കലി ചൂട് കാലത്ത് നമുക്ക് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് വേണം, അല്ലെങ്കിൽ ആ ഒരു കൂളിങ്നെസ് നമ്മുടെ ശരീരത്തിന് വേണം. അതേമാതിരി തന്നെ തല ഓൾറെഡി നമ്മൾ ചൂടുകാലമാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ തല ഓൾറെഡി വിശർപ്പ് ഉള്ളവർക്കാണെങ്കിൽ അത് കൂടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു കൂളിങ്നെസ്സാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇതിനൊക്കെ മുമ്പ് ഇതിനു മുമ്പ് ഒരു സോപ്പിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണോ ഓയിലി സ്കിന്നാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഒരു കടുകെണ്ണയും ഇതൊക്കെ നല്ലതാണ്, കടുകെണ്ണ എള്ളെണ്ണയൊക്കെ നല്ലതാണ്. പക്ഷേ കടുകെണ്ണ കുറച്ചും കൂടി ചൂടാണ്, പിന്നെ കാസ്റ്റർ ഓയിൽ കുറച്ചും കൂടി പറഞ്ഞാൽ ഹെവി ആൻഡ് സ്റ്റിക്കിയാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണ അല്ലെ ആൽമണ്ട് ഓയിൽ, ഇതിലേതാണോ നല്ലത്? വെളിച്ചെണ്ണയാണോ നല്ലത്, ആൽമണ്ട് ഓയിലാണോ നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എന്നോട് നാളെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഈ എണ്ണകളൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മുടെ സ്കിന്നിന് ചേർന്നിട്ട് ഒരു എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം പലർക്കും പലതരത്തിലുള്ള സ്കിൻ നേച്ചർ ആയിരിക്കാം. ചിലവർക്ക് നമ്മൾ ഇപ്പോൾ ക്രീം തേച്ചാൽ പോലും അത് നമ്മൾ എല്ലാവരും പെട്രോളിയം ജെല്ലിയാണ് പറ്റുന്നത്. പെട്രോളിയം ജെല്ലി നല്ലതാണ്, പക്ഷേ പെട്രോളിയം ജെല്ലി ചൂടാണ്. നിങ്ങൾ പെട്രോളിയം ജെല്ലി എടുത്തിട്ട് എവിടെയെങ്കിലും മുട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഹീറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? രണ്ടും തമ്മിലുള്ള ഒരു വിച്ച് ഇസ് ബെറ്റർ അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ, ആൽമണ്ട് ഓയിൽ. ഓക്കെ, വെളിച്ചെണ്ണ കുറച്ച് ഹെവിയാണ്, ആൽമണ്ട് ഓയിൽ ലൈറ്റാണ്. ലൈറ്റ് മീൻസ് ലൈറ്റ് ഇൻ നേച്ചർ, ഹെവി ഇൻ നേച്ചർ. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കൂളിങ്നെസ് ആണ് തരിക. ആൽമണ്ട് ഓയിൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് വാം, കൂളിങ്നെസ് ഉണ്ട് പക്ഷെ വാമാണ്. അതായത് നമ്മുടെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ആൽമണ്ട് ഓയിൽ നല്ലൊരു ചോയ്സാണ്. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് എത്ര യൂസ് ചെയ്താലും വലിയ കുഴപ്പമില്ല, കൂടുതലെടുത്താലും ഇറ്റ്സ് ഓക്കെ, അത് കൂടുതൽ എടുക്കുക തന്നെ വേണം. ആൽമണ്ട് ഓയിലോ 1-2 തുള്ളിയോ, അതുകൊണ്ടാണ് ആൽമണ്ട് ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ ചെറിയൊരു ഭാഗമേ ഉള്ളൂ എടുക്കാനായിട്ട്, 1-2 തുള്ളി മാത്രം മതി. അതുകൊണ്ടാണ് പരസ്യത്തിൽ അങ്ങനെ കാണിക്കുന്നത്, അല്ലാണ്ട് പരസ്യം ആയിട്ട് മാത്രമല്ല, അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ ഈ പിത്ത സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യത്തിന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ആൽമണ്ട് ഓയിൽ വാതദോഷത്തിന് ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് ഡ്രൈനെസ്, ഞാൻ പറഞ്ഞില്ലേ, വാദം മീൻസ് ഡ്രൈനെസ്. അപ്പോൾ ഈ ചൂട് നേച്ചറുള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ചിലർക്ക് വെളിച്ചെണ്ണ തേച്ചാലും തലയിൽ തേച്ചാലും മേത്ത് തേച്ചാലും അവർക്ക് ഒരു കുഴപ്പമില്ല, തുമ്മലും ഇല്ല, നീർക്കെട്ടും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, കാരണം അവരുടെ നേച്ചർ അങ്ങനെയാണ്. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ രാവിലെ തേക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആൽമണ്ട് ഓയിൽ രാത്രിയാണ് ഏറ്റവും നല്ലത്. വേറൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ, വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്കതിങ്ങനെ തൊടുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് പോലെ ഫീൽ ചെയ്യും. ആൽമണ്ട് ഓയിൽ അബ്സോർബ്സ് ഫാസ്റ്റ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം അടിക്കുന്ന മാതിരിയാണ്, നമുക്ക് തേച്ചു തന്നെ നമ്മൾ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. സോ നിങ്ങളുടെ സ്കിന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കുകൾ ഞാൻ അതിലെടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.